അനുപം മാർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുന്നത് എനിക്കറിയാം. കാരണം ഇന്നാണ് നമ്മുടെ ഗിവ് വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. സോ അതെന്താണെന്ന് അറിയണമെങ്കിൽ അതിന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 1 വർഷം ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ 1 വർഷം കൊണ്ട് എൻ്റെ ചാനലിന് അത്ര വലിയ ഗ്രോത്ത് ഒന്നും വന്നില്ലെങ്കിലും ക്രിസ്മസിന് ശേഷമാണ് കുറച്ചും കൂടി നല്ല രീതിക്ക് ഒരു ഗ്രോത്ത് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ഈ ഒരു ഗിവ് അനൗൺസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള കമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഗിവ് വെച്ചാൽ ആരെങ്കിലും കാണുമോ, ആരൊക്കെ കമൻറ്റ് ഇടും, അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും കമൻറ്റ്സ് വരുമെന്നോ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വരുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഭയങ്കര താങ്ക്സ് ഉണ്ട്. സോ അതാണ് ഫസ്റ്റത്തെ ഒരു സ്പെഷ്യൽ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഗിവ് അവേയുടെ കാര്യം പറയാം. ഗിവ് അവേയുടെ കാര്യം പറയുമ്പോൾ 27 പേരാണ് ടോട്ടൽ നമ്മുടെ ഈ 6 വീഡിയോസിലായിട്ട് കമൻസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് 4 വീഡിയോസിലും 5 വീഡിയോസിലും ഒക്കെ കമൻസ് ഇട്ട ആൾക്കാരുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ 6 വീഡിയോസിലും കമൻസ് ഇട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആ 9 പേരെ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. സോ അവരുടെ നെയിമൊക്കെ എഴുതിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ബോക്സിനകത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരാളായിരിക്കും പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ ആളായിരിക്കും വിന്നർ. സോ വിന്നറിന് കിട്ടാൻ പോകുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു സംഭവമാണ് ഞാൻ വിന്നറിന് എനിക്ക് തരാനായിട്ട് പോകുന്ന സംഭവം. ആക്ച്വലി കമൻറ്റ് കണ്ട ടൈമിൽ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണുകളൊക്കെ നിറഞ്ഞു പോയി. കാരണം പറയുകയാണെങ്കിൽ എനിക്കിതുവരെ ഇതുപോലെ ഇത്ര അധികം കമൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഗിഫ്റ്റ് തരാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. സോ ഗിവ് അവേയുടെ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. ചെറിയൊരു സ്റ്റോറിയാണ്. അതായത് ഞാൻ 7th പഠിക്കുന്ന ടൈമിൽ അതൊരു ക്രിസ്മസ് ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ എടുക്കില്ലേ. അപ്പോൾ ആ എടുക്കുന്ന ടൈമിൽ ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നല്ലാണ്ട് സ്കൂളിൽ നിന്ന് മൊത്തത്തിൽ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂപ്പണൊക്കെ എഴുതിയിട്ട് അവർ പേര് അതിനകത്തിടും. അപ്പോൾ അതൊന്നും ഒരു പേര് സെലക്ട് ചെയ്തിട്ട് അവരായിരിക്കും വിന്നറായിട്ട് എടുക്കുക. അപ്പോൾ എത്രയോ 5 ഗിഫ്റ്റുകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, 5 പൊസിഷൻസ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഒരു ടൈമിൽ വന്നപ്പോൾ അത് 3rd ആണോ 4th ആണോ എന്നൊക്കെ കറക്റ്റ് ഓർമ്മയില്ല. ആ ടൈമിൽ വന്ന ടൈമിൽ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇതെനിക്ക് കിട്ടും, എനിക്കുള്ളതാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ആ ടൈമിൽ ഭയങ്കര വാശിയായി. ഇത് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ പേര് പറഞ്ഞാൽ പോരായിരുന്നില്ലേന്ന് പറഞ്ഞു. പക്ഷേ എനിക്കപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അനുപം അത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് മൈക്കിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇത് എനിക്ക് തന്നെ ഉള്ളതാണ്, എനിക്ക് ഇങ്ങനെ കിട്ടി, ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചല്ലേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ഇതിന് മുന്നും പല പ്രാവശ്യം ഇതുപോലെ ഗിഫ്റ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ അതുപോലെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഇതുപോലെ ആലോചിക്കുന്നത് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും മേ ബി എനിക്ക് ആ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നിങ്ങൾ കുറേ ഗിവ് അവേസിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻസ് ഇടാറുണ്ട്, അതുപോലെ തന്നെ അവരെ ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെ ഓക്കെ, നിങ്ങൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് വേണ്ടി നിങ്ങൾ അത്രയ്ക്കധികം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. സോ അതൊക്കെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കാനായിട്ട് പാടില്ല. നമ്മൾ ഇനി അടുത്തായിട്ട് വേറൊരു ഗിവ് അവേയും ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഗിവ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ എന്നിപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്, അത് ഞാൻ ഇയാളെ സെലക്ട് ചെയ്തതിന് ശേഷം പറയാം. സോ ഈ 9 പേരുടെ പേരുകൾ ഇതിനകത്ത് എഴുതിയിട്ട് നമ്മൾ ഈ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ 9 പേരുടെ പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഞാൻ കണ്ണടച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ആ ആളായിരിക്കും വിന്നർ എടുക്കുമ്പോൾ. സോ ഇതാണ് ആൾ, എനിക്ക് മനസ്സിലാവും. ഇവിടെ കൊടുക്കാം. സോ ഈ ആളാണ് ഗിവ് വിന്നറായിട്ടുള്ളത്. സോ ഇയാൾ എൻ്റെ ഇവിടെ ഇൻസ്റ്റാഗ്രാം ID അതുപോലെ തന്നെ എൻ്റെ മെയിൽ ID കൊടുക്കാം. ഇതിലേക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. സോ നാളെ ഈവനിങ് വരെ ഞാൻ നോക്കും. എന്നിട്ടും എന്നെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒരാളെ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗിവ് വിന്നറായിട്ടുള്ള ആൾക്ക് കൺഗ്രാറ്റ്സ്. പിന്നെ ഇതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ അടുത്ത ഗിവേയിലും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ലാസ്റ്റത്തെ ഈ ഒരു സർപ്രൈസ് പറയാനായിട്ട് പോകുന്നത്. സർപ്രൈസ് വേറെ ഒന്നുമല്ല, ഇനി ഗിവ് അവേ ഇതുപോലെ അനൗൺസ് ചെയ്യില്ല. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ പറയും, കഴിഞ്ഞ 4 വീഡിയോസ് അല്ലെങ്കിൽ 3 വീഡിയോസിൽ ഇട്ടിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇത്ര പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഗിവ് അവേ നടത്തും, ഇങ്ങനെ നടത്തും, അങ്ങനെയൊക്കെ പറയും. അതായത് നിങ്ങൾ ഇതുപോലെ തന്നെ റെഗുലറായിട്ട് എൻ്റെ കമൻറ്റ്സ് ഇടണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്നിട്ട് പറയും ഗിവ് അവേ നടത്താൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് ആ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അതായത് നിങ്ങൾ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് വീഡിയോസിൽ കമൻറ്റ്സ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വന്നിട്ട് പറയും ഗിവ് അവേ നടത്താൻ പോകുകയാണെന്ന് പറയും. അല്ലാണ്ട് മുന്നേ വന്നിട്ട് ഞാൻ പറയില്ല ഗിവ് അവേ നടത്താൻ പോവാണ്, നിങ്ങൾ ഇന്നതുപോലെ കമൻറ്റ് ഇടണമെന്ന് ഞാൻ പറയില്ല. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ടായിരിക്കും ഞാൻ ഗിവ് അവേ നടത്തുന്നുണ്ടെന്ന് പറയാം. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു അടുത്ത ഗിവ് അവേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഈ ഗിവ് അവേ അല്ലാണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസിന് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. സോ എല്ലാവർക്കും ബൈ.